സോ ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ ക്വിക്കായിട്ട് എടുക്കുന്നത് ഒരു കരിയർ വീഡിയോയാണ്. സോ നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങളുടെ കരിയറിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ഫ്രം ദാറ്റ് ഡേ ടു ദ നെക്സ്റ്റ് 30 ഡേ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ആസ് ഓൾവേസ് നമുക്ക് 3 പൈലാണുള്ളത്. വി ഹാവ് പൈൽ നമ്പർ 1, 2 ആൻഡ് 3. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് സെലക്ട് 1 പൈൽ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ടു ദ റീഡിംഗ്. സോ നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ പൈൽ നമ്പർ 1 ദിസ് ഈസ് യുവർ കരിയർ റീഡിംഗ്. നെക്സ്റ്റ് 30 ഡേയ്സിൽ പൈൽ നമ്പർ 1 എന്ത് കരിയർ മെസ്സേജാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സാഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിൽ കുറച്ച് പേര് വളരെ ബേൺഡ് ഔട്ടാണ്. മെൻ്റൽ എക്സോഷൻ വളരെ കൂടുതലാണ് നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാടൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങൾ എത്തേണ്ടടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല. അത് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ കൊടുക്കുന്ന അത്രയും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല. ആ ഒരു ഇംബാലൻസ് വളരെ ക്ലിയർ ആണ് നിങ്ങളുടെ കാർഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ 30 ഡേയ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ് ആണ് വരുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇതൊരു പെട്ടെന്ന് ഒരു ജോബ് കിട്ടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച സാലറിയിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ രീതിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു റിയലൈസേഷൻ കിട്ടുകയാണ്. അതായത് ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, ഇതാണ് നിങ്ങൾ ഫോർവേഡ് പോകേണ്ടത് എന്നുള്ള. സോ യൂണിവേഴ്സ് ഈസ് ടെല്ലിങ് നിങ്ങൾ ടീച്ചിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോം ഓഫ് മെൻഡർ, മറ്റുള്ളവരെ നമ്മൾ കൗൺസിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് നിങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങളിൽ കുറേ പേർക്ക് അതിന് ഒരു വളരെ ഹൈ ചാൻസ് ഓഫ് സക്സസ് ഉണ്ട്. ആൻഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണെങ്കിൽ ആ ഒരു ഫീൽഡിൽ ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. യാ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ യു. പൈൽ നമ്പർ 1. നൗ പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് 30 ഡേയ്സിലെ കരിയർ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പൈൽ നമ്പർ 2 നിങ്ങൾ ലീഡേഴ്സാണ്. ഓക്കെ, നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു ലീഡർ മെൻറ്റാലിറ്റി, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട് എപ്പോഴും എല്ലാത്തിനെക്കുറിച്ചും. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, മാനേജ്മെൻറ്റ് റോളിലൊക്കെ വളരെ നല്ലൊരാളായിരിക്കും. സോ യൂണിവേഴ്സ് ഫസ്റ്റ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എംപ്ലോയി ആയിട്ട് ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഒരു ലീഡർഷിപ്പ് റോളിൽ ഇരിക്കേണ്ട ആളാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷൻസും ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിനെ മാച്ച് ചെയ്യുന്നില്ല. സോ നിങ്ങൾ പ്ലാൻ പണി ഇരിക്കാതെ നിങ്ങൾ ആക്ഷൻസ് എടുക്കാതെ നമ്മൾ അതിനെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിക്കൊണ്ട് ആ ഒരു പ്ലാൻ വർക്ക് ആവുന്നില്ല. സോ പൈൽ നമ്പർ 2 ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു പ്ലാനാണ് നിങ്ങൾ കുറേ നാളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, ഓക്കെ ഇത് ശരിയാവില്ല, ഇനി മാറി ചിന്തിക്കണം എന്ന് ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഗോ ഇൻസൈഡ്. എന്നിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്താണ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്, എന്താണ് ഞാൻ എന്നോട് തന്നെ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഓണസ്റ്റ് അല്ലാതെ ബിഹേവ് ചെയ്യുന്നത്, ഏതൊരു ഫീൽഡിലാണ് ആ ഫീൽഡ് കണ്ടുപിടിച്ച് നിങ്ങളത് ക്ലാരിഫൈ ചെയ്യുക. ആൻഡ് തേർഡ് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് കുറച്ചും കൂടിയും നിങ്ങൾ കോൺഫിഡൻസിലൊക്കെ ഇച്ചിരി ലാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വർക്ക് ഓൺ യുവർ കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങളൊരു ലീഡറാണ്, അത് നിങ്ങൾ തന്നെ ഫസ്റ്റ് റിയലൈസ് ചെയ്യണം. അതിലാണ് കാര്യം. നിങ്ങളുടെ സെൽഫ് വർത്ത് മാക്സിമം റിയലൈസ് ചെയ്യുക. നിങ്ങൾക്കിത് പറ്റും എന്ന് നിങ്ങൾ തന്നെ, അതിപ്പോൾ അഫർമേഷൻ വഴിയാകാം, ജേർണലിംഗ് വഴിയാകാം, മെഡിറ്റേഷൻ വഴിയാകാം, നിങ്ങളെ തന്നെ വളർത്തിയെടുക്കുക. ഞാൻ വളരെ നല്ല കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് എന്നുള്ളത്. സോ ഈ ഒരു മന്തിൽ പെട്ടെന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, പെട്ടെന്നൊരു കരിയർ ഗ്രോത്ത് അങ്ങനെ ഒരു 30 ഡേയ്സിൽ നടക്കുന്നില്ല. ഈ 30 ഡേയ്സ് നിങ്ങൾക്കൊരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ ഡിലേ ആക്കിക്കൊണ്ടിരുന്നത് അത് മാറ്റാനുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാകും, ബട്ട് അതൊരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കും. യൂണിവേഴ്സ് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട്, പക്ഷേ ഈ മന്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു മന്താണ്. So that's all I have for pile number 2. And if you belong to pile number 3, നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 30 ഡേയ്സിൽ നിങ്ങളുടെ കരിയറിൽ വരുന്ന മെസ്സേജ് എന്താണ്, പ്രോഗ്രസ് എന്താണ്. പറന്നു പോയി കാർഡൊക്കെ നോക്കാം, എടുക്കട്ടെ. അയ്യോ, ഞാൻ രണ്ടാമത്തെ കാർഡും പറന്നുപോയി.
സോ ഞാൻ ഓൾറെഡി പറയാതെ തന്നെ അറിയായിരിക്കും, പൈൽ നമ്പർ 3 നിങ്ങൾ ഇച്ചിരി റെസ്റ്റ്ലെസ് കാറ്റഗറിയാണ്. നിങ്ങളുടെ എനർജി വളരെ റെസ്റ്റ്ലെസ് ആണ്. നിങ്ങളൊരു ഫയർ സൈൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും സോ നിങ്ങളുടെ കാർഡിലേക്ക് കിടക്കുമ്പോൾ കാർഡ്സ് ദേ ആർ വെരി ബ്യൂട്ടിഫുൾ കാർഡ്സ്. ഓക്കെ, സോ നിങ്ങളുടെ ഈ 30 ഡേയ്സിൽ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കുറേ പേര് ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്യുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് ആരും അറിയാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ആരും കണ്ടില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോബിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സൈഡ് ഒരു എക്സ്ട്രാ ജോബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കാര്യം നിങ്ങൾ എക്സ്ട്രാ മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്രയൊന്നും ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ച ആ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനായിട്ട് കാണുന്നത്. സോ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചേഞ്ച് നടത്താൻ പറ്റും? സോ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്സ്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ജോബിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു എക്സ്ട്രാ സ്കില്ല് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്റർ, നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടി അയാളുടെ എക്സ്പെർട്ടൈസ് സ്വീകരിക്കുക. അല്ലെങ്കിൽ അയാളുമായിട്ട് ടീം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓൺ ജോബിൽ നിങ്ങൾക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം ടീം വർക്കിൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു ടീം വർക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ മന്തിൽ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് എന്ന് ഞാൻ പറയില്ല, ഒരു ന്യൂസ് കിട്ടും. അതൊരു വളരെ ഫാസ്റ്റായിട്ട് വരുന്നൊരു ന്യൂസ് ആയിരിക്കും. അത് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു ഗുഡ് ന്യൂസ് ആയിരിക്കും. ബട്ട് അത് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വേറൊരു കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു, എന്തോ ഒരു ന്യൂസ് വരും. ആ ന്യൂസ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആ ന്യൂസ് നിങ്ങളുടെ അടുത്തേക്ക് വരിക. ഇനി ഈ ഒരു ന്യൂസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ വരും. ഓക്കെ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കൊരു ടെമ്പററി ഒരു ആങ്സൈറ്റി തരും. ടെമ്പററി നിങ്ങൾ കുറച്ച് വിഷമിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം. ബട്ട് ദ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6 of Wands ആണ്. സോ ഫൈനൽ റിസൾട്ടിൽ ഡെഫിനറ്റ്ലി എന്ത് പറ്റും, നിങ്ങൾക്ക് ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ പ്രമോഷൻ കാരണം നിങ്ങളെല്ലാവരും അംഗീകരിക്കും. നിങ്ങൾ ഫൈനലി യു വിൽ സക്സീഡ്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ കാർഡാണ് നമുക്ക് എൻഡ് റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഓവറോൾ ഇറ്റ്സ് എ വെരി ഗുഡ് മന്ത്. ബട്ട് ആ മന്തിലൊരു പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് ഇച്ചിരി ഹെക്ടിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ യു, പൈൽ നമ്പർ 3, ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.